സെമിയോട്ടിക്കായുടെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 പോളിംഗ് വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ മൊത്തം പോളിംഗ് 79.63%. സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ ജില്ല കോഴിക്കോട് ജില്ലയാണ്, 81.25%. ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത് പത്തനംതിട്ട ജില്ലയിലാണ്, 70.7%. ഇനി നമുക്ക് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം ഏതാണെന്ന് നോക്കാം. നിലമ്പൂരാണ്. മലപ്പുറം ജില്ലയിൽ 89.19% പോളിംഗ്. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് റാന്നി, പത്തനംതിട്ട ജില്ലയിൽ 68.99%. ജില്ല തിരിച്ചുള്ള കണക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. കാസർഗോഡ് 5 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് മഞ്ചേശ്വരത്താണ്. ഏറ്റവും കുറഞ്ഞ പോളിംഗ് കാഞ്ഞങ്ങാടുമാണ്. മഞ്ചേശ്വരത്ത് 80.64% ഉണ്ട്. കാസർഗോഡ് ജില്ല മൊത്തത്തിൽ അവലോകനം ചെയ്യുകയാണെങ്കിൽ 79.04%. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏകദേശം 2.71% വർധനവ്. ഇനി നമുക്ക് കണ്ണൂർ ജില്ലയിലേക്ക് പോകാം. കണ്ണൂര് മൊത്തം നിയമസഭാ മണ്ഡലങ്ങൾ 11. അതിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരിക്കൂറാണ്. ഇരിക്കൂർ ഏകദേശം 84.32%. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ണൂർ തന്നെയാണ്, 75.58%. കണ്ണൂർ ജില്ലയിൽ മൊത്തം 80.34%. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു ഇടിവാണ് പോളിംഗ് ശതമാനത്തിൽ കണ്ണൂർ ജില്ലയിൽ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് വയനാട് ജില്ലയിലേക്ക് പോകാം. വയനാട് 3 നിയമസഭാ മണ്ഡലങ്ങൾ. വയനാട് ജില്ലയുടെ മൊത്തം പോളിംഗ് നിലവാരം 78.82%. കാര്യമായ വർധനവുണ്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ. ഏറ്റവും ഉയർന്ന പോളിംഗ് മാനന്തവാടിയിലാണ്. സുൽത്താൻ ബത്തേരിയിൽ 2ാം സ്ഥാനത്തും കൽപ്പറ്റ 3ാമതും എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് കോഴിക്കോട് ജില്ലയിലേക്ക് പോകാം. കോഴിക്കോട് ജില്ലയിൽ മൊത്തം 13 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്ന കുന്നമംഗലത്താണ്. 84.45% പോളിംഗ് ഇവിടെ നടന്നിട്ടുണ്ട്. ഏറ്റവും കുറവ് പോളിംഗ് കോഴിക്കോട് ജില്ലയിൽ സംഭവിച്ചിരിക്കുന്നത് നാദാപുരത്താണ്. നാദാപുരത്ത് 79.46%. കോഴിക്കോട് ജില്ലയുടെ മൊത്തം കണക്കെടുക്കുമ്പോൾ 81.25%. 2021 അത് 80.34% നേരിയ വർധനവ്. ഇനി നമുക്ക് മലപ്പുറം ജില്ലയിലേക്ക് പോകാം. മലപ്പുറം ജില്ലയിൽ മൊത്തം 16 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലാണ്, 89.19%. ഏറ്റവും കുറഞ്ഞ പോളിംഗ് മലപ്പുറത്ത് തിരൂരാണ്, 75.95%. മലപ്പുറം ജില്ലയുടെ മൊത്തത്തിലുള്ള ഒരു അവലോകനം എടുക്കുകയാണെങ്കിൽ 80.31%. 2021 അത് 76.24% ഏകദേശം 4% വർധനവ്. ഇനി നമുക്ക് പാലക്കാട് ജില്ലയിലേക്ക് പോകാം. പാലക്കാട് ജില്ലയിൽ മൊത്തം 12 നിയമസഭാ മണ്ഡലങ്ങൾ. ഇതിൽ ഏറ്റവും ഉയർന്ന വോട്ടിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ചിറ്റൂരാണ്, 84.63%. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തരൂരും തൃത്താലയിലുമാണ്. തരൂര് 78.42%, തൃത്താലയിലും അതേ ശതമാനം തന്നെ. പാലക്കാട് ജില്ല മൊത്തത്തിൽ അവലോകനം ചെയ്യുകയാണെങ്കിൽ 80.14% പോളിംഗ് ആണ്. 2021 അത് 77.64%. ഇനി നമുക്ക് തൃശ്ശൂർ ജില്ലയിലേക്ക് പോകാം. തൃശ്ശൂർ മൊത്തം 13 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒല്ലൂരാണ്, 79.6%. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നതാകട്ടെ ഗുരുവായൂരും, 72.78%. തൃശ്ശൂർ ജില്ലയുടെ മൊത്തത്തിലുള്ള അവലോകനം നോക്കുകയാണെങ്കിൽ
കാര്യമായ മാറ്റം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ടില്ല. ഇപ്പോൾ അത് 76.94% നിൽക്കുന്നു. ഇനി നമുക്ക് എറണാകുളം ജില്ലയിലേക്ക് പോകാം. എറണാകുളം ജില്ലയിൽ 14 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പിറവത്താണ്. 86.39% പോളിംഗ് ഇവിടെ നടന്നിട്ടുണ്ട്. ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് അങ്കമാലിയിലാണ്. അങ്കമാലിയിൽ 2021 തെരഞ്ഞെടുപ്പ് വർഷത്തെ കഴിഞ്ഞും ഏകദേശം 2% പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത് 75.58%. എറണാകുളം മൊത്തത്തിലുള്ള ഒരു അവലോകനം നോക്കുകയാണെങ്കിൽ 80.23% 2021 കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 4% വർധനവാണ് എറണാകുളത്ത് ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് ഇടുക്കി ജില്ലയിലേക്ക് പോകാം. ഇടുക്കി ജില്ലയിൽ മൊത്തം 5 നിയമസഭാ മണ്ഡലങ്ങളാണ്. അതിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് നടന്നിരിക്കുന്നത് ഉടുമ്പൻചോലയിലാണ്. 79.51%. ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് ഇടുക്കിയിലാണ്. 75.4%. ഇടുക്കി ജില്ല മൊത്തത്തിലുള്ള കണക്കെടുക്കുകയാണെങ്കിൽ 77.25%. കാര്യമായ വർധനവുണ്ട്, ഏകദേശം 6%. ഇനി നമ്മൾ കോട്ടയം ജില്ലയിലേക്ക് പോവുകയാണ്. കോട്ടയം ജില്ലയിൽ മൊത്തം 9 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വൈക്കത്താണ്. 79.31% പോളിംഗ് വൈക്കത്ത് ഉണ്ട്. ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് കടുത്തുരുത്തിയിലാണ്. 69.03%. കോട്ടയം ജില്ലയുടെ മൊത്തം കണക്കെടുക്കുകയാണെങ്കിൽ കാര്യമായ വർധനവ് വന്നിട്ടില്ല 2021 കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പോൾ അത് 74.38% നിൽക്കുന്നു. നമുക്ക് ആലപ്പുഴ ജില്ലയിലേക്ക് ഒന്ന് പോകാം. ആലപ്പുഴ ജില്ലയിൽ മൊത്തം 9 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്ന അരൂരാണ്. 83.32%. ഏറ്റവും കുറഞ്ഞ പോളിംഗ് ചെങ്ങന്നൂരാണ്. 71.05%. ആലപ്പുഴ ജില്ലയുടെ മൊത്തം കണക്കെടുക്കുകയാണെങ്കിൽ 77.21%. കാര്യമായ വർധനവില്ല 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. ഇനി നമുക്ക് പത്തനംതിട്ട ജില്ലയിലേക്ക് പോകാം. പത്തനംതിട്ടയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. അതിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് അടൂരാണ്. 73.5%. ഏറ്റവും കുറവാകട്ടെ റാന്നിയിലാണ്. 68.99%. മൊത്തത്തിൽ പത്തനംതിട്ടയിൽ 70.7%. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ചെറിയൊരു വർധനവുണ്ട്, 1.26% വർധനവ്. ഇനി നമുക്ക് കൊല്ലം ജില്ലയിലേക്ക് പോകാം. കൊല്ലം മൊത്തം 11 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്ന കരുനാഗപ്പള്ളിയിലാണ്. 78.62%. പുനലൂരാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, 70.99%. കൊല്ലം ജില്ലയുടെ മൊത്തം കണക്കെടുക്കുകയാണെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 76.27% പോളിംഗ് ഉണ്ട്. 2021 താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം 1.32% വർധനവ്. അവസാനമായി തിരുവനന്തപുരം ജില്ലയിലേക്ക് നമ്മൾ പോവുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ മൊത്തം 14 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്ന കാട്ടാക്കടയാണ്. 80.72% വോട്ടിംഗ്. ഏറ്റവും കുറവ് വോട്ടിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വർക്കലയാണ്. 73.67% പോളിംഗ്. തിരുവനന്തപുരം ജില്ലയുടെ മൊത്തത്തിലുള്ള കണക്കെടുക്കുകയാണെങ്കിൽ വലിയ വോട്ടിംഗ് ശതമാനത്തിലുള്ള വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 77.03%. അത് 2021 71.82% വീണ്ടും മറ്റൊരു അവലോകനവുമായി ഞങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് എത്തുന്നതായിരിക്കും. Until then, we are signing off. Thank you everyone. See you soon.